വെൽക്കം ടു മറിയൻ ഡിസൈൻസ്. ഇന്ന് ഞാനൊരു ചെറിയ സ്ലീവ് കട്ട് ചെയ്യുന്ന ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കണ്ടു നോക്കണേ. അപ്പോൾ ഇതുപോലെ ഡബിൾ ലെയർ ആയിട്ട് ഒരു ചെറിയ സ്ലീവ് അത് നമുക്ക് വെയർ ചെയ്ത് കഴിയുമ്പോൾ രണ്ട് സൈഡിലും പൊങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു സ്ലീവ് എങ്ങനെ കോൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു മിഡിയും ടോപ്പുമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ടോപ്പ് ഇതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോപ്പിൻ്റെ ആം ഹോള് ഞാനൊന്ന് അളന്നെടുക്കുന്നുണ്ട്. അപ്പോൾ അറിയില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അളന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ആം ഹോൾ അളന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്ലീവ് വെട്ടിയെടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ അളവുകൾ മാർക്ക് ചെയ്തിട്ട് അത് എത്രയാണ് നമുക്കിതുപോലെ ഒന്ന് അളന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് 9.5 ഇഞ്ചാണ് കിട്ടിയത്. ഞാനിവിടെ 6.5 ഇഞ്ചാണ് ആം ഹോൾ വെട്ടിയത്. അപ്പോൾ ഞാൻ സാധാരണ 2 അല്ലെങ്കിൽ 2.5 ഇഞ്ച് ആളുടെ അളവനുസരിച്ച് കൂട്ടിയാണ് എടുക്കാറ്. അപ്പോൾ ഇവിടെ ഒരു 14.5 ഇഞ്ചൊക്കെ ഒരു വിട്ടുള്ള ഒരു മെറ്റീരിയൽ ഞാൻ എടുത്ത് 2 ഫോൾഡിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ഫോൾഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് ക്രോസായിട്ട് കോൺ മടക്കിയിടണം. അപ്പോൾ നമുക്ക് ഡബിൾ ലെയർ ഉള്ളതുകൊണ്ട് നമ്മൾ സാധാരണ സിംഗിൾ പീസ് എടുക്കുന്നതിന് പകരം 2 ലെയറായിട്ട് ഇട്ടിട്ട് വേണം ബാക്കി സാധാരണ സ്ലീവ് മടക്കും പോലെ മടക്കാൻ. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലീവ് മടക്കുന്നത് കോൺ ഷേപ്പിൽ ഇതുപോലെ മടക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഏറ്റവും വിട്ട് കൂടുതൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് കൈക്കുഴി ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഈ മടങ്ങി കിടക്കുന്ന ഭാഗം സ്ലീവിൻ്റെ അടിഭാഗമായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത്രയും അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ 4 ഇഞ്ചാണ് വേണ്ടത്. 4-4.5 ഇഞ്ച് കൂടുതൽ ലെങ്ത്ത് എടുത്താൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. സ്ലീവിന് ലെങ്ത്ത് കുറച്ച് വേണം ഇങ്ങനെയുള്ള സ്ലീവ് ചെയ്യുമ്പോൾ ചെയ്യാൻ. അപ്പോൾ 4.5 ഇഞ്ച് ലെങ്ത്ത് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 8.5 ഇഞ്ച് വണ്ണവും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴെ ഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് കിട്ടിയാൽ മതി കേട്ടോ. നമ്മൾ കൈയുടെ അവിടെ ചെസ്റ്റിന് വണ്ണമൊക്കെ കുറച്ച് കഴിയുമ്പോൾ കൈക്കുഴിയിലേക്ക് പിന്നെയും ഈ അളവ് കയറി വരും. അതുകൊണ്ട് 1 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. ഇനി കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആകുമ്പം അത് നമുക്ക് 0 പോയിൻറ്റിലേക്ക് എത്തിച്ച് നിർത്താം കേട്ടോ. ഇച്ചിരിയോടെ അറിവായ കുട്ടികളാകുമ്പോൾ 1 ഇഞ്ചൊക്കെ കൊടുത്ത് ചെയ്യുക. ഇനി നമുക്ക് ഞാൻ ആദ്യം ആം ഹോൾ അളന്നല്ലോ, അതുപോലെ ഈ വരച്ചെടുത്ത അളവുകളും ഒന്ന് ഇതുപോലെ അളന്ന് നോക്കുക. അറിയില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്, ഇനി കൈക്കുഴിയിലേക്ക് നമുക്കിത് പിടിപ്പിക്കാൻ തികയില്ല എന്നൊക്കെയുള്ള സംശയമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് 9.5 ഇഞ്ച് തന്നെ കിട്ടി. അപ്പോൾ ഞാൻ ആ മാർക്ക് ചെയ്ത പൊസിഷനിൽ കൂടി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി സ്ലീവ് നമ്മുടെ കൈക്കുഴിയിലേക്ക് പിടിപ്പിക്കാൻ വേണ്ടി ഷോൾഡർ ജോയിൻ ചെയ്യുന്നിടത്ത് സെൻറ്റർ വരാൻ പാകത്തിന് സെൻറ്റർ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. അതുപോലെ ഇതുപോലെ വിടർത്തിയിട്ടതിന് ശേഷം ഫ്രണ്ട് പീസും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്ലീവ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിലേക്ക് ഡബിൾ ഫോൾഡായിട്ട് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് വെക്കുക. അതിന് ശേഷം സ്ലീവ് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്ലീവ് 2ആയിട്ട് മടക്കി എടുത്തിട്ട് നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്ലീവ് വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ സ്ലീവ് കിട്ടുന്നത്. നമുക്ക് സ്ലീവിൻ്റെ അടിഭാഗം മടക്കി അടിക്കുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. സ്ലീവ് കെട്ടുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.